ഒടുവിൽ ആ ദിനങ്ങൾ ഇങ്ങെത്തുകയാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയാൻ പോകുന്നു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 8 മുതൽ 10 രൂപ വരെ കുറയും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും 2024 തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് മുമ്പ്, അതായത് ജനുവരി മാസം അവസാനത്തോടു കൂടി ഈ വിലക്കുറവ് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. 2024 ജനുവരി അവസാനമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഏതാണ്ട് മിക്കവാറും അതോടനുബന്ധിച്ച് തന്നെ ഈ പ്രഖ്യാപനവും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നുണ്ടോ, ഇതൊന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല, മറിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വല്ലാതെ അങ്ങ് ഇടിഞ്ഞു പോയിരിക്കുന്നു. അതിൻ്റെ സാഹചര്യത്തിലാണ് വില കുറയ്ക്കുന്നത് എന്നാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. ഏതായാലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ $60 വരെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പോഴൊന്നും ഒരു ഇഞ്ച് പോലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില താഴോട്ട് പോയിരുന്നില്ല. ഇപ്പോഴത് ഏതാണ്ട് $80 അടുത്താണ്. അപ്പോഴാണ് 8 മുതൽ 10 രൂപ വരെ കുറയാൻ പോകുന്നത്. ഇതൊരിക്കലും തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചല്ല, മറിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ് എന്ന് പ്രത്യേകം നമ്മോട് പറയാൻ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.